കേരളം കണ്ട ഏറ്റവും വലിയ ക്ഷേത്ര കുംഭകോണമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. കാരണം കേരളത്തിലെ നിരവധിയായ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ ഭഗവാന് അല്ലെങ്കിൽ അവിടെയുള്ള പ്രതിഷ്ഠയ്ക്ക് ഭക്തർ കാണിക്കയെ അർപ്പിക്കുന്ന സ്വർണം ലഭിക്കാറുണ്ട്. പല ക്ഷേത്രങ്ങളിലും ചെറുതും വലുതുമായ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലുള്ള സ്വർണം ലഭിക്കാറുണ്ട്. എന്നാൽ ശബരിമലയിൽ ഒരു മണ്ഡല മകരവിളക്ക് സീസണിലും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോഴും വലിയ തരത്തിലുള്ള സ്വർണവും വെള്ളിയും ഉൾപ്പെടെയുള്ള ഉരുപ്പടികളാണ് ലഭിക്കാറുള്ളത്. ആ സ്വർണം വെള്ളി ഉരുപ്പടികളിൽ നിന്നാണ് ഇത്രത്തോളം വലിയ ഒരു ക്ഷേത്ര കുംഭകോണം കേരളത്തിൽ നടന്നിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നഷ്ടമായത് കിലോ കണക്കിന് സ്വർണമാണെന്നാണ് VSSCയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇതോടെ പ്രതികളുടെ എല്ലാ വാദവും പൊളിയുകയാണ്. കട്ടിളപ്പാളി ഉൾപ്പെടെ സ്വർണം പൂശിയ വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുപോയത് അറ്റകുറ്റപ്പണികൾക്കാണ് എന്നായിരുന്നു പ്രതികൾ പറഞ്ഞത്. എന്നാൽ VSSCയുടെ റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ എന്തു പറയണമെന്ന് അറിയാതെ ഉഴലുകയാണ് ജയിലിന് പുറത്തുള്ള സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തു വന്ന പ്രതികൾ ഉൾപ്പെടെയുള്ളവർ. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിശ്വസ്ത സ്ഥാപനമായ VSSC നൽകിയ റിപ്പോർട്ട് നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോവുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക ഫോറൻസിക് ഫലമാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം VSSCയിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയുടെ അന്തിമ റിപ്പോർട്ടിലാണ് സ്വർണം നഷ്ടപ്പെട്ടതിന്റെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെയും രാജ്യത്തിന് പുറത്തുമുള്ള ലക്ഷോപലക്ഷം കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികൾ തങ്ങളുടെ ഇഷ്ടദേവനായ അയ്യപ്പന് വഴിപാടായി നൽകിയ സ്വർണ്ണ ഉരുപ്പടികൾ ഉൾപ്പെടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും പത്മകുമാറും വാസുവും ശങ്കർദാസും അടക്കമുള്ള ഭരണസമിതിയുടെ ഒത്താശയാൽ മോഷണം നടത്തി പുറത്തു കൊണ്ടുപോയി വിൽപ്പന നടത്തി ഗോവർദ്ധനനും ഭണ്ഡാരിയും ഉൾപ്പെടെയുള്ള ഇടനിലക്കാർ വഴി വൻതുകയ്ക്ക് വിറ്റ് അത് വീതം വെച്ചെടുത്തു എന്നാണ് കേസിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ പിടിയിലായ ചെറുമീനുകൾ മാത്രമല്ല, വമ്പൻ സ്രാവുകൾ വാഴക്കടലിൽ നീന്തി തുടിക്കുകയാണെന്ന് കേരളീയ സമൂഹം ഇപ്പോഴും സംശയിക്കുകയാണ്. ഇവരെ പിടികൂടാൻ, ഇവർക്ക് വേണ്ടി വലവിരിക്കാൻ എന്തുകൊണ്ട് അന്വേഷണ സംഘം തയ്യാറാകുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോഴും കേരളീയ സമൂഹം ചോദിക്കുന്നത്. പ്രതികൾ അവകാശപ്പെട്ടതിനേക്കാൾ വലിയ അളവിൽ സ്വർണം നഷ്ടമായിട്ടുണ്ടെന്നാണ് ഫോറൻസിക് പരിശോധനാ ഫലത്തിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ശ്രീകോവിലിന്റെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിൽ നിന്ന് 989 ഗ്രാം സ്വർണം ഉരുക്കിയെടുത്തതായും അതിൽ 575 ഗ്രാം തിരികെ പൂശിയെന്നുമാണ് പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും നൽകിയ മൊഴി. ബാക്കി വന്ന സ്വർണത്തിന് തത്തുല്യമായ തുക നൽകിയെന്നും ഇവർ വാദിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ പച്ചക്കള്ളമാണെന്ന് VSSCയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ രണ്ടാം ഘട്ട പരിശോധനയിൽ വ്യക്തമായിരിക്കുകയാണ്. അന്വേഷണ സംഘത്തെയും അയ്യപ്പ വിശ്വാസികളെയും വഞ്ചിക്കുന്ന മൊഴിയാണ് ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും അടക്കമുള്ളവർ അന്വേഷണ സംഘത്തിന് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VSSCയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ രണ്ടാം ഘട്ട പരിശോധനയിൽ ശബരിമലയിൽ നിന്നും നഷ്ടമായത് കിലോ കണക്കിന് സ്വർണമാണ് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് നഷ്ടമായതെന്ന് രണ്ടാം ഘട്ട പരിശോധനയിൽ വ്യക്തമായിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ തിങ്കളാഴ്ച സമർപ്പിക്കാൻ പോകുന്നു. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ കൃത്യമായ അളവ് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ ആണ് അന്വേഷണ സംഘം ഹൈക്കോടതിക്ക് കൈമാറുന്നത്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഈ കേസന്വേഷണം നടത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്. കാരണം പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസുകാർ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉള്ളതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ഏറ്റവും ഉയർന്ന നീതിപീഠമായ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ കേസന്വേഷണം നടക്കുമ്പോൾ പ്രതികൾക്ക് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ. റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുന്നോടിയായി VSSCയിലെ ശാസ്ത്രജ്ഞരുമായി പ്രത്യേക അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തുകയും സാങ്കേതിക വശങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വാർത്തകളിലേക്കാൾ വലിയ ഞെട്ടിപ്പിക്കുന്ന സ്വർണ്ണക്കൊള്ളയും സ്വർണ്ണമോഷണവുമാണ് ക്ഷേത്രാങ്കണത്തിൽ നടന്നത് എന്ന് വളരെ കൃത്യമായി വ്യക്തമായിരിക്കുന്നു. കിലോ കണക്കിന് സ്വർണം ഈ കള്ളന്മാരുടെ നേതൃത്വത്തിൽ മോഷ്ടിച്ചു കൊണ്ടുപോയി വിൽപ്പന നടത്തി പണം പങ്കുവെച്ചു എന്ന് പറയുമ്പോൾ ഒരു ക്ഷേത്രാങ്കണത്തിലെ കാനന മധ്യത്തിലെ കലിയുഗവരതനായ ശബരിമലയ്യപ്പന്റെ തിരുസന്നിധിയിൽ നടന്ന മോഷണത്തിന്റെ ആഴവും വ്യാപ്തിയും എത്രയാണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ്. കട്ടിളപ്പാളിയും ദ്വാരപാലക ശില്പത്തിലെയും മാത്രമല്ല, മറ്റ് കാണിക്കയായി കാണിക്കവഞ്ചിയിൽ ലഭിച്ച സ്വർണം ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന്
നമുക്കറിയില്ല. അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയൂ. എന്തായാലും ശബരിമല എന്ന് പറയുന്നത് കേരളത്തിന്റെ പവിത്രമായ പുണ്യഭൂമിയാണ്. കലിയുഗ വരദനായ കാനനവാസനായ അയ്യപ്പനെ കാണാൻ കേരളത്തിനകത്തും പുറത്തുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളാണ് ഓരോ മണ്ഡല മകരവിളക്ക് സീസണിലും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോഴും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം ഇത്തരത്തിൽ കള്ളന്മാർ കട്ടെടുത്ത് വീതം വെച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഒരു ക്ഷേത്രം പോലും സുരക്ഷിതമല്ല. പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും കുംഭകോണവും നടന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യമാണ് പുറത്തു വരുന്നത്. വരും ദിവസങ്ങളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ആ നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ വ്യാപ്തിയും ആഴവും എത്രയാണെന്ന് കോടതിക്ക് റിപ്പോർട്ട് കൈമാറുമ്പോൾ കോടതി ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്, കോടതി ഈ വിഷയത്തിൽ അന്വേഷണ സംഘത്തോട് ആരായുന്ന കാര്യങ്ങൾ ഈ കേസ് അന്വേഷണത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.